ഞാൻ എപ്പോഴും പറയാറില്ലേ, നമുക്കെപ്പോഴാണ് കൂടുതൽ ശമ്പളം കിട്ടുന്നത്? നമ്മുടെ നോളജും നമ്മുടെ സ്കില്ലും നമ്മുടെ എക്സ്പീരിയൻസും കൂടുന്നതിനനുസരിച്ചിട്ടാണ് നമുക്ക് ശമ്പളം കൂടുന്നത്. അപ്പോൾ എന്താ വേണ്ടത്? നമ്മൾ ഇതുപോലെയുള്ള GST എന്ന കോൺസെപ്റ്റും ഇൻകം ടാക്സ് എന്ന കോൺസെപ്റ്റും മൈക്രോസോഫ്റ്റ് എക്സൽ എന്ന് പറയുന്ന ടൂളുകളൊക്കെ നമ്മൾ എക്സ്പെർട്ടായിരിക്കണം. നോർമലി പഠിച്ചിട്ട് കാര്യമുണ്ടോ? ആ സബ്ജക്റ്റിൽ നമ്മൾ എക്സ്പെർട്ടായിരിക്കണം. അങ്ങനെ മാത്രമേ സ്പെഷ്യൽ 40യുടെ കുട്ടികൾ സാധാരണ BCom ഗ്രാജുവേറ്റിൽ നിന്ന് മാറി നിൽക്കത്തുള്ളൂ, അല്ലേ? കേരളത്തിൽ എത്ര പേരുണ്ട് BCom? ഇഷ്ടം പോലെ ഉണ്ട്, അല്ലേ? എത്ര അക്കൗണ്ടന്മാരുണ്ട്? എല്ലാവരും ഉണ്ട്. പക്ഷെ അതിൽ നിന്നും സ്പെഷ്യൽ 40യുടെ കുട്ടികൾ ഒന്ന് മാറി നിൽക്കും, ഇല്ലേ? വാല്യൂ പ്രൊപ്പോസിഷൻ മാറിയില്ലേ? ആർക്കാണ് എംപ്ലോയർക്ക് ആർക്കാണ് കൂടുതലും പ്രിഫറൻസ് കൊടുക്കുക? അതായത് ഒരു കുട്ടി വരുന്നു, അല്ലേ, നോർമൽ BCom ഗ്രാജുവേറ്റ് വരുന്നു, അതേസമയത്ത് ഒരു BCom ഗ്രാജുവേറ്റ് സ്പെഷ്യൽ 40 പോലത്തെ ഒരു ഇന്റേൺഷിപ്പിന്റെ കോഴ്സ് കഴിഞ്ഞ് വരുന്ന ആർക്കാണ് വാല്യൂ കൂടുതലുണ്ടാവുക, ഇല്ലേ? അതുകൊണ്ട് നല്ല വൃത്തിക്ക് പഠിക്കാം. ഇതാണ് ആദ്യത്തെ ഇൻസ്പിറേഷൻ, GST പഠിക്കാൻ. മനസ്സിലാ? ഇൻപുട്ട് ടാക്സ് ക്രെഡിറ്റും സപ്ലൈ ചെയിൻ അതൊക്കെ അവർ വേറെയാണ്, അല്ലേ? ആദ്യം പഠിക്കേണ്ടത് ഇത് പഠിച്ചാൽ, ഈ നോളജ് എനിക്ക് കിട്ടിയാൽ എനിക്ക് കൂടുതൽ ശമ്പളം കിട്ടും, അല്ലേ? എനിക്ക് കൂടുതൽ ഫ്ലെക്സിബിൾ ആകും, അല്ലേ? എൻ്റെ കരിയർ കുറച്ചും കൂടി ബെറ്റർ ആവും, എൻ്റെ CV കുറച്ചും കൂടി കോൺഫിഡൻ്റ് ആയിട്ട്